ഇതിൻ്റെ അഡാപ്റ്റർ. ഹായ്, ഇത് സോണിയുടെ ഒരു 45 TV ആണ്. ജസ്റ്റ് സോണിയിൽ നിന്ന് വരും, വീണ്ടും ഒന്നുകൂടെ വരുമെന്ന് തോന്നുന്നു. വരും, പിന്നെയും വരും, എന്നിട്ട് അത് ഓഫായി പോകും. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റിലേക്ക് പോവാം. സെറ്റായിരിക്കും ആദ്യം. ഇത് 40R828B. അപ്പോൾ ബി വലിയ കുഴപ്പമില്ല, നല്ല ടി വിയാണ്. സ്ക്രൂ എല്ലാം അടിച്ചോ? എല്ലാ സ്ക്രൂ എടുത്തോ? എന്നാ പതുക്കെ പൊക്കിക്കോ, ലോക്കുണ്ട്. പതുക്കെ പൊക്കിക്കോളൂ. പതുക്കെ എല്ലാ ലോക്കും ഒരുമിച്ച് പോകണം. ആ സൈഡും ഉണ്ട്, ഈ സൈഡും. അങ്ങനെ അത്രേ ഉള്ളൂ. എടുത്തോ, അങ്ങ് മാറ്റിക്കോ, കവറേ മാറ്റിക്കോ. കവർ അത്രേ ഉള്ളൂ, കവറൊന്നുമില്ല. ചുക്കിലയൊക്കെ ഉണ്ട് കുറേ നാളായിട്ട്. സ്പീക്കർ അഴിച്ച് മാറ്റാം. ഊഫറ. ഇപ്പോൾ ബാസ് ഹോള് വരും. അപ്പോൾ ഇവിടെ ഇത് അടിക്കുമ്പോൾ നല്ല ബാസുള്ള സൗണ്ട് കിട്ടാൻ വേണ്ടി ഊഫറാണ് വെച്ചിരിക്കുന്നത്, സ്പീക്കറൊന്നുമല്ല. എന്താ നല്ല ഊഫർ. എന്താ ഇത് തട്ടുമ്പോൾ തന്നെ ബാസ് വരും, ബാസ് ഹോളുള്ള 2 സബ് ഊഫറ. ഓക്കെ, രണ്ട് സബ് ഊഫറ ഒക്കെ പിന്നൊക്കെ ഊരിയെടുക്കാവുന്ന പോലെ. വൈബ്രേറ്റ് ചെയ്തിരിക്കാൻ റബ്ബറയിലാണ് ഇതിട്ടിരിക്കുന്നത്. റബ്ബറയിൽ റബ്ബറയിലാണ്, ഈ റബ്ബറയിലാണ് വൈബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രൂ ഒന്നുമില്ല, ചുമ്മാ വെക്കുക. സ്കൂട്ടർ ഞാൻ ചെയ്താൽ അത്രയൊന്നും നോക്കിയല്ല. വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് തോന്നും കെയർലെസ് ആയിട്ടത് ചെയ്യുന്നതല്ല. മാനുവൽ സ്ക്രൂ ഡ്രൈവർ വേണം എന്ന് മനസ്സിലായല്ലോ. മെഷീൻ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ഈ മാനുവൽ ഉപയോഗിച്ച് പഠിച്ചുകൊണ്ട് ഈ മെഷീനൊന്നും എനിക്ക് പോലെയാണ്.
പാനലിൻ്റെ ഇഷ്യൂ ആണ്. പാനൽ ഇത്ര സൗണ്ട് വേണമെന്ന് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. പാട്ടൊക്കെ സൗണ്ട്. അപ്പോൾ നാച്ചുറൽ സൗണ്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമല്ലോ, അതുകൊണ്ടുള്ള പ്രശ്നം. ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ മിണ്ടിയാൽ പോലെ ഡോക്ടർ മിണ്ടിയല്ല പാനലൊക്കെ ചെയ്യുമ്പോൾ പാനലൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ സർവീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ മോശമുണ്ടായ ഭാഗമാണ്. അപ്പോൾ പാനൽ നമ്മൾ ഇതുണ്ട്, 2 ലോക്ക് സിസ്റ്റമാണ്. ഈ ലോക്കിലാണ് കിടക്കുന്നത്. എല്ലാവരെയും അഴിച്ചു മാറ്റി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പേപ്പർ എടുക്കണം, പേപ്പർ മാറ്റണം. പേപ്പറല്ല, പ്ലാസ്റ്റിക്. ഇത് അത് ഫുള്ള് ലോക്കാണ്. ഫ്രെയിം അത് എടുക്കുമ്പോൾ ഒരു സ്വല്പം പോലും വരരുത്. എനിക്കിത് നഖം വെച്ചെടുക്കാൻ അറിയാം. എനിക്ക് ടൂളൊക്കെ ഉണ്ട്, ടൂൾ വെച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എടുത്തല്ലോ ഈസിയായിട്ട്. പക്ഷേ ടൂൾ വെച്ചെടുത്തോളം നിങ്ങൾ. ഇത് എനിക്ക് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ എടുക്കുന്ന. എൻ്റെ ഈ നഖം മതി, ഇതുപോലെയൊന്നും ആരും എടുത്തേക്കണ്ട. എൻ്റെ ഈ നഖം മതി എനിക്കെടുക്കാൻ. പക്ഷെ അത് 100 കണക്കിന് 1000 കണക്കിന് ടി വി ചെയ്തിരിക്കുന്നതുകൊണ്ട് ഉള്ള ഇതാണ്. പക്ഷെ അത് വെച്ചെടുത്താൽ ചിലപ്പോൾ ടി വി പൊട്ടിപ്പോവും. എന്നോടൊന്നും പറയാൻ കല്ലേ, അത് പാനൽ പൊട്ടിപ്പോവും. അതുപോലെ ഇതിൻ്റെ താഴെ ബ്ലാക്ക് ലോക്കുണ്ടേ, 2 ലോക്ക് താഴെ. മേളത്തേത് സ്റ്റീലാണ്, സ്റ്റീൽ കളറാണ് മേളത്തെ ലോക്ക്. അത് ഇതിൻ്റെ സെൻറ്ററിൽ കുത്തി എടുക്കണം. വേണ്ട, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ട്യൂസർ വെച്ച് കുത്തിയാൽ മതി. കുത്തുമ്പോഴൊക്കെ സൂക്ഷിക്കണം, പാനൽ അത് തൊട്ടടുത്തിരിക്കുന്ന ഒരു ചെറിയ ഞടുക്കം മതി. സത്യത്തിൽ ഇത് നല്ല അറിയാവുന്ന ടെക്നീഷ്യന്മാരെ കൊണ്ട് മാത്രമേ ഈ 40 ഇഞ്ചൊക്കെ ചെയ്യിക്കാവുള്ളൂ കേട്ടോ. നല്ലപോലെ അറിയാവുന്ന നല്ല ടെക്നീഷ്യന്മാർ. ഞാനത് കഴിഞ്ഞു. പാനൽ ഞാൻ റിലീസാക്കി. എടുത്തു. പാനലെടുത്ത് വെച്ചു. ഇത് നമുക്ക് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങോട്ട് പോകാതെ ഇവിടെ ഇരുന്ന് ചെയ്യണം. ഇത്ര ഇടയേ ഉള്ളൂ. ഇതെല്ലാം വീഡിയോ എടുത്ത് ഇതിൻ്റെ ഇതിട്ടിരിക്കുന്നുണ്ട്, ഈ റബ്ബർ ഇട്ടിരിക്കുന്നു വീഡിയോ എടുത്ത്. ഈ ഒരു അവിടെ ഉണ്ട്, നടുക്ക് ബ്രൗൺ ഉണ്ട്, ഇവിടെ ഉണ്ട് 2 ഇവിടെ 2 ഉണ്ട്. ഇത് കണ്ടോ, ഉറുമ്പൊക്കെ കയറി. ഇത് കണ്ടോ, ഉറുമ്പ് കയറിയിട്ടാണ് ഇതിങ്ങനെ പൊടി പോലെ തിന്നിട്ടുണ്ട്. കണ്ടോ, തിന്നുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും ഈ കംപ്ലൈൻറ്റ് വരുന്നത്. എല്ലാ ഉറുമ്പുകൾ തിന്നിട്ടുണ്ട്. പൊടികൾ ചാടിച്ചിട്ടേക്കുന്ന ഉറുമ്പ് കയറിയതാണ്. ഉറുമ്പ് ഒരു ഭയങ്കര വിഷമിട്ടാണ്. വളരെ വിലപിടിപ്പുള്ളതാണെന്നൊന്നും അവർക്കറിയത്തില്ലല്ലോ.
ഉറുമ്പ് കയറുക. ഉറുമ്പ് മാത്രമല്ല, വേണ്ട വേറെ എന്തോ ഒരു വണ്ട്, പാറ്റ, ഇതാണ്. അങ്ങനെ ഡെഡ് ബോഡികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. ഇതുണ്ട്, ഇതാണ്ട് വണ്ട് അടുത്തവൻ ഇതാണ്. അവിടെ കിടക്കുന്നു. വണ്ടല്ലേ ആ ഏത് കൂട്ടിനകത്തോടെ വണ്ടോ ഉം. ആ സാധനം അത്ര ചെറിയ വണ്ട്. ഓക്കെ. വണ്ടുകളാണ്. വണ്ട്, ഉറുമ്പ്, പാറ്റ എല്ലാം ഉണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒന്ന് പിടിക്കണേ. ഓഫ് ചെയ്യും. ഒന്ന് പിടിച്ചു വിട്ടു. ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യാൻ പോവുകയാണ്. സ്പീക്കറിൻ്റെ മാത്രം കൊടുക്കണ്ട, ബാക്കിയെല്ലാം കൊടുക്കാം. കംപ്ലൈൻറ്റ് എന്നാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെക്ക് ചെയ്യുകയാണ്. ബോർഡ് നനങ്ങാതിരിക്കാൻ 2 സ്ക്രൂ ഒക്കെ മുറുക്കി ഇനി അഡാപ്റ്റർ എന്തി? അഡാപ്റ്റർ എൻ്റെ അവിടെ ഉണ്ട്. അഡാപ്റ്ററിൻ്റെ അടിയിൽ കൂടെ ഉണ്ട്. അഡാപ്റ്ററാണോ കുത്തിയിരിക്കുന്നത്? അല്ല, കുത്തിക്കും. കണക്ഷൻ കൊടുത്തു. ആണോ? ഇപ്പോൾ എടുത്തു. ഉണ്ടാ ഇങ്ങനെ ഓണായി. കണ്ട് ഇവിടെ ഇവിടെ പോയി. അവിടെ പോയി. ഓണായി പോയി. ഇനി ഓണാവും. ഇനി ഓണാവും. അപ്പോൾ നോക്കി താഴത്തെ ലൈൻ ആണ് കുഴപ്പം. അപ്പോൾ നോക്കിക്കോണം, താഴത്തെ ലൈനിലാണ് കംപ്ലൈൻറ്റ്. ഒന്നുകൂടെ ഒന്നും കൂടെ ഊരി കുത്തുകയാണ്. ഈ ലൈൻ ലൈൻ കത്തുന്നില്ല. ആ ലൈൻ സ്ട്രിപ്പ് പോയി. ഇനിയിപ്പം നമ്മൾ ആ ഒരു രണ്ട് സ്ട്രിപ്പാണ് പോയിട്ടുള്ളെങ്കിൽ മാറുമ്പോൾ 10 ഒന്നിച്ച് മാറണം. അത് അത്യാവശ്യമാണ്. 10 ഒന്നിച്ച് മാറിയില്ലെങ്കിൽ നിൽക്കത്തില്ല, മദർ ബോർഡ് അടിച്ചു പോകും. കാരണം പല ആൾക്കാരും പോയത് മാത്രമൊക്കെ മാറ്റി വിടും. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ പോകും. ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ വാനിലെല്ലാം ബുദ്ധിമുട്ടി അയച്ചെടുത്താണ്. അതുപോലെ ഇടുന്ന സാധനം ഒറിജിനൽ ഇടണം. ഇവിടെ കടകളിലൊക്കെ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഇതുണ്ട്. ആ സാധനം തക്കാലം മേടിച്ചു കൊണ്ടുവന്നിട്ടാൽ കൂടിപ്പോയി ഒരാഴ്ച നിൽക്കാൻ 2 ആഴ്ച നിൽക്കും. അതോടുകൂടി ഇത് പോകുന്നതിൻ്റെ കൂടെ പിന്നെ മദർ ബോർഡും കൂടെ പോകും. മദർ ബോർഡിന് 10-15,000 രൂപ വിലയാകുന്ന. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം. ടെക്നീഷ്യന്മാർക്കറിയാം, നല്ല ടെക്നീഷ്യന്മാർക്കെല്ലാം അറിയാം. പിന്നെ ഈ ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ടോണ്ട് വില കുറഞ്ഞ പാർട്സുകൾ ഒരിക്കലും ഉപയോഗിക്കില്ല, എപ്പോഴും ഒറിജിനൽ പാർട്സ് ഉപയോഗിക്കാവുള്ളൂ. കാരണം നമ്മുടെ ഒരു വിശ്വാസമാണ്, നമ്മളെ വിശ്വസിച്ചാണല്ലോ ഒരാൾ ഒരു സാധനം ഏൽപ്പിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഏറ്റവും നല്ല സാധനം എത്തിച്ചു കൊടുക്കുക. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പണിയാൻ പറയുന്ന ആൾക്കാരുടെ വർക്ക് ഞാൻ ചെയ്യാറില്ല. കാരണം ആൾക്കാർ എന്നോട് പറയും അത് കുറഞ്ഞത് ഇടാതെ ഇത്. എനിക്ക് അങ്ങനെ ഒരു വർക്കില്ല. എനിക്ക് ജെന്യൂനായ പാർട്സ് ഇട്ടുള്ള ഒരു വർക്കാണേലും ഉള്ളൂ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ചെയ്ത വർക്ക് ഫെയിലറാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ 10 LED സ്ട്രിപ്പും പുറത്തിറക്കി
ഒറിജിനൽ 10 LED സ്ട്രിപ്പ് ഇട്ടിട്ട് നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ അരിക്കാനായി ജിൻസിയെ സദയം ക്ഷണിച്ചോളുന്നു. സാധാരണ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പറിക്കാനുള്ള പ്ലഗറല്ല, ഇത് ട്യൂസർ എന്ന് പറയും. ഞങ്ങൾ പാവങ്ങളുടെ ഒരു പണിയായുധമാണ്. പെണ്ണുങ്ങൾ കണ്ടാൽ അത് അടിച്ചുകൊണ്ട് പോകും പ്ലഗ് ചെയ്യാനാന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുപ്പമുള്ള നോക്കിയാൽ മേടിക്കുകയുള്ളൂ, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി. ഞാൻ അടിച്ചുകൊണ്ട് പോകാതിരിക്കാനാണേ. അല്ലല്ല, ആരും. ഓക്കെ, ആ പ്ലാസ്റ്റിക് ലോക്കിലാണ് നിൽക്കുന്നത്. ആ സാധനം ഒന്ന് കാണിച്ചു കൊടുത്തേ. ടെക്നീഷ്യന്മാരെ ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നത്, ഇത് സാധാരണ ആൾക്കാരെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഇതാണ് എൻ്റെ ലോക്ക്. നല്ല ഷേലുണ്ട്, എവിടെയെങ്കിലുമൊക്കെ നല്ല ഷേപ്പിലൊക്കെ ഒട്ടിച്ചൊക്കെ എടുക്കുക. ആർട്ട് നമ്മൾ ഇതിൻ്റെ ലോക്കെല്ലാം എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഷീറ്റ് എടുത്ത് മാറ്റാം. ഇത് റിഫ്ലക്ടർ ഷീറ്റ് എന്ന് പറയും. അതായത് ഈ ലൈറ്റ് ഇതായാലും അടിച്ചാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അങ്ങനെയാണ് നല്ല ക്ലാരിറ്റിയോടെ പിക്ചർ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതിൻ്റെ മണ്ടയിലോട്ട് പതുക്കെ വെച്ചു. ഇതിൻ്റെ മണ്ടയിലേക്ക് പതിയെ വയ്ക്കുന്നു. ഇതാണ് LED സ്ട്രിപ്പ്. നടുക്ക് വേറൊരു ഇതുണ്ട്. ഇങ്ങനെ കോപ്പർ ബാക്കിലുള്ളത് 39 സെൻറ്റിമീറ്ററിൻ്റെ LED ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഇങ്ങനെ കോപ്പർ ബാക്കിലുള്ളതാണ് നല്ല ക്വാളിറ്റി. ഇത് ഒറിജിനലാണ്, ഇതെല്ലാം ഇരുന്ന കൂട്ട് തന്നെ. പിന്നെ അതിൻ്റെ കുറഞ്ഞതുണ്ട്, ഇങ്ങനെ അലുമിനിയം പോലെ വരുന്നത്. ഇത് കണ്ടോ, കോപ്പറൊന്നും ഇല്ലാതെ. ഇത് തീരെ വിലക്കുറവാണ് ഈ സാധനത്തിന്. ഇത് ശരിക്കും പറഞ്ഞാൽ മേടിച്ചിടാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിത് ആൾക്കാരെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു സെറ്റ് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കസ്റ്റമർ നല്ല കസ്റ്റമറാണ്. അയാൾക്ക് ഒറിജിനൽ തന്നെ വേണമെന്ന് പറഞ്ഞു, പക്ക ഒറിജിനൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിയുടെ ഈ പക്ക ഒറിജിനൽ കോപ്പർ സാധനമാണ് ഇതിനിടാൻ ഞാൻ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മറ്റേ ഞാൻ തിരിച്ചെടുത്ത് വെക്കുകയാണ്. ഇത് 38 സെൻറ്റിമീറ്ററും 39 സെൻറ്റിമീറ്ററും വരുന്നുണ്ട്. 2 ടൈപ്പ് 45 സോണിക്ക് വരുന്നുണ്ട്. ഇത് 39 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ LED ക്വാളിറ്റി നിങ്ങൾ കണ്ടല്ലോ, അത് ഫുൾ സെറ്റായിട്ടായിരിക്കുന്നത് കണ്ടല്ലോ. ഇതങ്ങനെ ഉള്ളത് ഒറിജിനൽ നമുക്ക് കമ്പനിയിൽ അവൈലബിൾ ആണ്. നമ്മളത് മേടിച്ച് യൂസ് ചെയ്യുക. അപ്പോഴാണ് ഇത് വർഷങ്ങൾ, ഒരു 10 കൊല്ലമെങ്കിലുമൊക്കെ കിടക്കും. അല്ല പെട്ടെന്ന് പോവും. ഇത് അഴിക്കാനും തുറക്കാനേ നേരം കാണുള്ളൂ. 2-3 പ്രാവശ്യം അഴിയാകുമ്പോൾ പാനലും പൊട്ടിപ്പോവും, മൊത്തം നശിക്കും. ആണ് നമ്മൾ ഇത് വെക്കുന്ന എയർ ടൈറ്റായിട്ട് പൈപ്പിലാണ് ഇത് ഡാമേജ് വരാതെ LED നമ്മൾ വെക്കുന്നത്. ഇത് സോണിയുടെ 45 വരുന്ന LED ആണ്. 10 സ്ട്രിപ്പാണ്. ഇതിപ്പോൾ ഷോർട്ടല്ലല്ലോ പിടിക്കുന്നത്. ആ പറഞ്ഞു, 10 സ്ട്രിപ്പാണ്. അത് ഒറിജിനലാണിത്. ഒറിജിനൽ നമ്മൾ മാറാൻ പോവാണ്. ഷോർട്ടായിരുന്നു മുമ്പേ പിടിച്ചേ. ആ ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓരോന്നായിട്ട് കയറ്റാൻ പോവാണ്. ഇപ്പം ആദ്യം ഇവിടെ A ആണ്. അപ്പോൾ A എടുക്കുന്നു, A ഇടണം. A പിന്നെ B, A B, A B, A B, A, A പിന്നെ B. പറിച്ചതല്ല, നീല കളറിലിരിക്കും. നീല കളറല്ല, കോപ്പർ തന്നെയാണ്. അത് നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ടൈപ്പ് മോഡലിന് ഒട്ടിക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കർ ഇതിൽ ഒട്ടിച്ചു വിട്ടിരിക്കുന്ന ഈ സെയിം തന്നെ സാധനമാണ്. കോപ്പറാണ്, കോപ്പർ കളറിലിരിക്കും. കോപ്പറുണ്ട്. ഇത് നീല കളറിൽ വന്ന സ്റ്റിക്കർ കൊണ്ടാണ്. ഇതിന് സ്റ്റിക്കർ ആവശ്യമില്ലാത്ത മോഡലാണ്. അത് ചില മോഡലിന് സ്റ്റിക്കർ വേണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് ചില ഇടുന്ന ആവശ്യമല്ല. ഇനി ഈ വശം
ഓഫ് ചെയ്യും. ഇവിടെ എ ആദ്യം വെച്ചു, പിന്നെ ബി ഇട്ടു. അടുത്ത് ഇവിടെ ബി അവിടെ എ ഉണ്ട്. ഓക്കെ. അല്ല, ഈ കുറ്റികൾ കറക്റ്റ് വരികയില്ല, രണ്ടും രണ്ട് വെട്ടാം. ഇപ്പം എല്ലാവരും കറക്റ്റായി, എല്ലാ തുളയിലും കറക്റ്റ് വീണു. ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം ആദ്യം. ഇതുണ്ടോ ബീന്ന് എഴുതിയേക്കുന്നത്, എൻ്റെ നേരെ കവറയിലും ബീന്ന് എഴുതിയിട്ടുണ്ട്. ആ, അടുത്തത് എ ആണ്. ബി എ ബി എ ബി എ ബി. അത് നോക്കി അങ്ങ് വെച്ചോണ്ടാ മതി. ഇതുണ്ടോ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പം എല്ലാം മാറി. നമുക്കിനി ഓണാക്കി നോക്കാം എല്ലാം റെഡിയാണോ എന്ന്. ഇതേ ഊരിയ സ്ട്രിപ്പെല്ലാം അതാട്ടെ ഇട്ടേക്കുന്നു. കൈയെത്തിയല്ലോ. എല്ലാം മാറിയ, ഇതെല്ലാം മാറിയ LED സ്ട്രിപ്പാണ്. നമുക്കിത് മുത്തൊക്കെ പോലെ ഇരിക്കുന്ന ആർട്ട് വർക്കിനൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം. നല്ല ശേലുണ്ട്. പിന്നെ സമയമില്ല, അല്ലെ എന്നേലുമൊക്കെ ഉണ്ടാക്കാമായിരുന്നു. ഇത് ഓണായി നിൽക്കണമെങ്കിൽ ഇതിൻ്റെ സ്കെയിലർ വെക്കണം. ഇതിൻ്റെ സ്കെയിലർ സെയിം സ്കെയിലർ എടുക്കണം. ഇത് വ്യത്യാസമാ, ഇത് പറ്റിയല്ല. എന്നാ മ്യൂസിക് ചെയ്താൽ ഒന്നും പറയാനില്ല. പിന്നെ ഒറിജിനൽ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. എല്ലാ സാധനവും കറക്റ്റ് ഇട്ടു. നമുക്കൊന്നുകൂടെ ഒന്ന് ഓണാക്കി നോക്കാം. ഈ കറക്റ്റ് LED എല്ലാം നമുക്കിങ്ങനെ ലോക്കൊന്നും ഇടാൻ പറ്റില്ല. വെട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിട്ട് പലരും ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇത്ര നല്ല TV ഒന്നും ചെയ്യിക്കരുത്. കാരണം 40 ഇഞ്ച് ഒരു TV ഒക്കെ ഇപ്പോൾ സോണി 43 ഇഞ്ചൊക്കെ മേടിക്കുന്ന 50,000 രൂപ വില എപ്പോഴും. ക്വാളിറ്റി ഉണ്ട്. നമ്മളതിൻ്റെ ബോർഡിൽ ഒന്ന് കുത്തുകയാണ്. അവിടെ കാണിച്ചു ആ ഗ്ലാസ് റിഫ്ലക്ഷൻ വരും. അപ്പോൾ ഡബിൾ കാണും. എല്ലാം ഓക്കെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ കണ്ടു. ഇത് ക്ലീൻ ചെയ്യാനല്ലോ. ഇതേലെ ഉറുമ്പ് കയറി പാടായിട്ടുണ്ട്. ഇത് ബി സീരീസ് ആണ്. ഈ ബി സീരീസിൻ്റെ പാനലൊക്കെ ഇച്ചിരി കനമൊക്കെ ഉണ്ട്. ഒരുവിധം നല്ല പാനലാണ്. C-യും D-യൊക്കെ ആയപ്പോഴത്തേക്കും പാനലിൻ്റെ കട്ടി കുറഞ്ഞു. അപ്പോൾ പിന്നെ അവരൊരു ഫ്രെയിം ഇട്ടിട്ടുണ്ട് C-ക്കും D-ക്കൊക്കെ. എന്നാ ഫ്രെയിം ഇട്ടിട്ടുണ്ടായാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പാനൽ പൊട്ടിപ്പോവും. ആദ്യം നമ്മൾ ഈ റബ്ബറെല്ലാം നമ്മുടെ മേളിലാണ് നിൽക്കുന്നത് നോക്കണം. നമ്മൾ കൈ ഇങ്ങനെ ഓടിച്ച് നോക്കണം. എല്ലാം ഈ പാനൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇറങ്ങിയിട്ടില്ല, ആ സൈഡ് ഇറങ്ങിയില്ല. അതാണ്. കറുത്ത ലോക്ക് താഴെ 2 എണ്ണം ഉണ്ട്. ഇനി വെളുത്ത ലോക്ക് മേളിൽ. അത് വേണം. എപ്പോഴും റബ്ബർ പൊങ്ങിയാണോ നിൽക്കുന്നത് നോക്കിക്കോണം. വീണിരിക്കുന്നതിനകത്ത് വെട്ടിനകത്ത് കറക്റ്റ് വീണ് കഴിഞ്ഞ് റബ്ബർ മണ്ട വരും.
മുകളിൽ 2 വെള്ളം ഇട്ടു, നീരിട്ടു. വെറുതെ അടിയിലത്തെ നമ്മൾ വെച്ചത്. ഈസി ആയിട്ട് ലോക്ക് വീണു. ഇനി തിരിച്ച് പാക്ക് ചെയ്യണം. ഇതിവിടെ കുത്തേണ്ട കേസൊക്കെയാണ്, എല്ലാം നോക്കാം. സ്ക്രൂ ഡ്രൈവർ ഞാൻ ഇത് കണ്ടോ. ഇത് ഈ LED പ്രശ്നം വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെ ഓഫായി പോകുന്നു, അങ്ങനെയൊക്കെ ഒരു സെറ്റ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഉപയോഗിക്കരുത്. തണുത്തിരിക്കുമ്പോഴത്തേക്കും അത് കുറച്ച് നേരം വർക്ക് ചെയ്യും, വീണ്ടും കുറച്ച് നേരം ഉപയോഗിക്കും, വീണ്ടും തണുത്ത് കഴിയുമ്പോൾ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ മുഴുവൻ ബേണായി. ശരിക്കും മദർ ബോർഡ് ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് എടുത്തു എങ്കിലും ഇനി കൂടുതൽ പ്രശ്നം വന്നാൽ ഈ മദർ ബോർഡ് മാറേണ്ടി വരും, മദർ ബോർഡ് കൂടെ മാറേണ്ടി വരും. അതിന് ഭയങ്കര വില വരും. അതുകൊണ്ട് അത് എനിക്ക് പറയാനുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തണം, അടുത്തുള്ള ടെക്നീഷ്യനെ ഏൽപ്പിക്കണം. പിന്നെ ഓൺ ചെയ്യുമ്പോൾ ഇച്ചിരി നേരം വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ വലിയ ചെറിയ ഒരു ഇതായിട്ട് തോന്നിയാലും പിന്നെ അത് അങ്ങനെ വർക്ക് ചെയ്താൽ ബോർഡ് മുഴുവൻ ബേണായി നശിച്ചു പോകും. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം. നിർത്തിയത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇതും കുഴപ്പമൊന്നും വേണ്ട. ഒരു സ്പൂൺ അത് ഈ തുളയിലോട്ടിടുക. ഈ 2 പ്ലാസ്റ്റിക് ഇങ്ങോട്ടിടുക, അടയ്ക്കുക, അടച്ചു. ഇനി സ്പീക്കർ വെക്കണം. സ്പീക്കർ വെക്കുക. സ്പീക്കർ താവട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഈ സൈഡ് വരും, ഇത് ഈ സൈഡിലും വരും. പിന്നെ ഈ സാധനം ഇത് കയറ്റി ലോക്കാണ്. എന്തെടുക്കാണ്? സ്ക്രൂ എല്ലാം ഇടുവാണോ? എല്ലാം നല്ലപോലെ കറക്റ്റായിട്ട് ഇട്ടേക്കണേ. സ്ക്രൂ മോട്ടിക്കാക്കല്ലേ, മുഴുവൻ സ്ക്രൂവും കൃത്യമായിട്ട് ഇടണം. ഒരു സ്ക്രൂ പോലും കുറവ് വന്നേക്കല്ലേ. എല്ലാ സ്ക്രൂ ഇടുന്നുണ്ട്. എല്ലാം ഇട്ടേക്കണം. ഒരെണ്ണെങ്കിലും കുറവുണ്ടായാലും ഇവർ തരുമ്പോൾ കുറവുണ്ടായാൽ പോലും
നമ്മളിവിടുന്ന് നമ്മുടെ പുതിയ സ്ക്രൂ മേടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് മേടിച്ചിട്ടോണം. സോണിയുടെ എല്ലാ സ്ക്രൂവും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇട്ടേക്കാം. ഓണാക്കാൻ പോവാം. അപ്പോൾ നമ്മൾ 10 സ്ട്രിപ്പ് മാറി. 10 സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ 10 5 50 LED ഇതിനകത്ത് നിറച്ചുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ IC കംപ്ലൈൻ്റ് ആയിരുന്നു. IC അടിച്ചു പോയി. അതപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിച്ച് IC അടിച്ചു പോയി. IC ബോർഡ് മൊത്തം കത്തിപ്പോയി. അത് നമ്മൾ പിന്നെ ബോർഡ് ഫുള്ള് മാറേണ്ടതാണ്. അത് നമ്മൾ IC മാറി റെഡിയാക്കി എടുത്തു. അപ്പം ആരും അങ്ങനെ മെനക്കടിയല്ല IC മാറാനൊന്നും. അതൊക്കെ ഭയങ്കര ഇതുകൊണ്ടാണ് മെറ്റലോട്ടാണ് മാറുന്നത്. ഇപ്പോൾ സെറ്റ് റെഡിയായി, ഓണായി. ഇനി ഇതേ തന്നെ നമുക്ക് ഫോട്ടോസ് ഉണ്ട്. ഫോട്ടോസ് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്താൽ TV-യുടെ ക്ലാരിറ്റിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. പുതിയ TV പോലെയായി. ചിലപ്പം ഇതിൻ്റെ മദർ ബോർഡൂടെ മാറേണ്ടി വരും. കാരണം മദർ ബോർഡ് അതുപോലെ ബേണായിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ വർക്കാക്കിയിട്ടുണ്ട്. ഇനി അത് കംപ്ലൈൻറ്റ് റിപ്പീറ്റ് ആയാൽ ഇതിൻ്റെ മദർ ബോർഡ് മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ ആരും കൂടുതൽ നേരം ഇട്ട് വർക്ക് ചെയ്യിക്കാതിരിക്കുക. അതാണ് നല്ലത്. അപ്പോൾ കണ്ടല്ലോ, നമുക്കൊരു വീഡിയോ കൂടെ ഇട്ട് കാണിച്ചിട്ട് നിർത്താം. ഈ പെൻഡ്രൈവ് ഇല്ല, മറ്റേ കറുത്ത പെൻഡ്രൈവ് എടുത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ TV എല്ലാം കണ്ടവർക്ക് വളരെ സന്തോഷം. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ തന്നെയാണ് TV-യിൽ ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ അതിൽ വന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.